കുന്നോളമുള്ള ബ്രില്യൻ ക്യാമ്പസുകളിൽ അങ്ങ് തെക്കേയറ്റത്ത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസാണ് തിരുവനന്തപുരത്തെ ബ്രില്യൻ ക്യാമ്പസ്. അപ്പോൾ 2025 നീറ്റ് റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ക്യാമ്പസിനെ കുറിച്ചും അതിന്റെ വിശേഷങ്ങളെ കുറിച്ചുമൊക്കെ എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹായ്, എൻ്റെ പേര് ഗൗരി കൃഷ്ണ. ഞാനിവിടെ N4 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ബ്രില്യൻറ്റിൻ്റെ ബദനി ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര പീസ് അറ്റ്മോസ്ഫിയർ ആണ്. പുറത്തുനിന്ന് ഇങ്ങനെ ബ്രില്യൻറ്റ് ഭയങ്കര സ്ട്രെസ് ആണെന്നൊക്കെ നമുക്ക് പൊതുവെ അങ്ങനെ ഒരു സംസാരമുണ്ട്. ബട്ട് അങ്ങനെയൊന്നും അല്ല. യഥാർത്ഥത്തിൽ ബ്രില്യൻറ്റ് ഹോസ്റ്റൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്കിരുന്ന് പഠിക്കാൻ പറ്റും. പിന്നെ റൂംമേറ്റ്സ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, ഭയങ്കര കോർഡിനേഷനാണ്. നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ആ ഒരു മിസ്സിങ്ങോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അവരിരുന്ന് പഠിക്കുന്ന കാണുമ്പോൾ നമുക്കും കൂടി മോട്ടിവേഷനാണ് അവർ പഠിക്കുമ്പോൾ. പിന്നെ ഹോസ്റ്റലിലെ ഫുഡൊക്കെ ഭയങ്കര നമ്മുടെ വീട്ടിലെ ഫുഡ് പോലെ തന്നെയാണ് ബ്രില്യൻറ്റിലെ ഹോസ്റ്റലിലെ ഫുഡും. പിന്നെ ടീച്ചേഴ്സ്മാർ നമ്മുടെ ടീച്ചേഴ്സ്മാരാണെന്ന് തോന്നത്തില്ല. ലൈക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ പോലെയാണ് എപ്പോഴും നമ്മളോട് മിങ്കിൾ ചെയ്യുന്നതായാലും. പിന്നെ വീക്കിലി എക്സാമിനൊക്കെ മാർക്ക് കുറയുമ്പോഴത്തേക്കും നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴത്തേക്കും ഭയങ്കര നമ്മൾ ആ ഡൗൺ ആയിട്ടിരിക്കുന്ന നമ്മൾ ഒന്ന് ജസ്റ്റ് മിസ്സുമാരോട് സംസാരിക്കുമ്പോഴത്തേക്കും ഭയങ്കര കുറച്ചും കൂടി നമുക്കൊരു നെക്സ്റ്റ് വീക്ക് ഈ ഇപ്പോൾ കിട്ടിയ മാർക്കിനെക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് മാർക്ക് മേടിക്കാനുള്ള ഒരു മോട്ടിവേഷനൊക്കെ നമുക്ക് തരാറുണ്ട്. ഹായ്, എൻ്റെ പേര് അഭിഷേകാണ്. ഇപ്പം ബ്രില്യൻറ്റിലെ ക്ലാസ്സസിനെ പറ്റി പറയാനാണെങ്കിൽ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു തരും. പിന്നെ ഒന്നേന്ന് തന്നെ എല്ലാ ബേസിക്സ് കൺസെപ്റ്റിനെ തൊട്ട് തുടങ്ങി പറഞ്ഞു തരും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ് വെച്ച് തരും. റെഫറൻസ് ആയാലും സാറ്റർഡേ നമുക്കൊരു ടൈം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്കൊരു ടൈം വെച്ച് അവർ പറഞ്ഞു തരും. പിന്നെ എക്സാംസ് ആണെങ്കിലും ഓരോ സബ്ജക്റ്റിനും ഓരോ ചാപ്റ്റർ വീതം തന്നെയാണ് 3 ചാപ്റ്റർ കാണും ഒരു വീക്കിലി എക്സാം ആയിട്ട് തരുന്നത്. ഹായ്, എൻ്റെ പേര് സൂര്യലക്ഷ്മി എന്നാണ്. N40 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ക്ലാസ് റൂമിനെ പറ്റി പറയുന്നത്, നമ്മളെ ക്ലാസ്സിലെ സാറുമാരൊക്കെ നല്ല സപ്പോർട്ടീവാണ്. ക്ലാസ് ടീച്ചേഴ്സ് ആയാലും നമുക്ക് എന്തെങ്കിലും ഒരു ഡൗൺ വരികയാണെങ്കിൽ അവരെ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് പഠിക്കാൻ പറ്റും, നമ്മൾ അങ്ങനെ താഴ്ന്നു പോകത്തില്ല, നമുക്കിത് കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനൊക്കെ പറ്റും. അവരുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോഴേ നമുക്ക് കുറച്ചുകൂടെ മോട്ടിവേറ്റ് ആവും. നമുക്ക് ബ്രില്യൻറ്റിൽ എല്ലാ മൺഡേയ്സും എക്സാം ഉണ്ട്. ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ ചാപ്റ്റേഴ്സ് ആണ് എക്സാം. അതായത് ഒരാഴ്ച നമുക്ക് 3 ചാപ്റ്റേഴ്സ് കാണും. തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഫുൾ ടോപ്പിക്സ് കോൺസെപ്റ്റ്സ് ഒക്കെ ഫുൾ നമുക്ക് സാറുമാർ ക്ലിയർ ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് നമ്മളോട് വർക്ക് ബുക്സ് വീട്ടിൽ ചെന്നിട്ട് ഹോംവർക്ക് പോലെ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറയും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീക്കിൽ ആ പഠിപ്പിച്ച ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സാറ്റർഡേസ് റെഫറൻസിന് വന്നിരുന്ന് ചോദിക്കാനുള്ള ഒരു ഇത് നമുക്കിവിടെ ഉണ്ട്. മാത്രമല്ല വർക്ക് ബുക്സ് തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും വർക്ക് ബുക്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് ആ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ ടോപ്പിക്സും കവേർഡ് ആയിട്ട് വരും. പിന്നെ നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ പാക്കേജസും അതുപോലെ തന്നെ വേറെ അസോസിയേഷൻ റീസൺ എന്നൊക്കെ പറയുന്ന വേറെ മെറ്റീരിയൽസ് ഉണ്ട്. നമുക്ക് അതും വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്രില്യൻറ്റിലെ മെറ്റീരിയൽസ് ഫുള്ള് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള നൂക്ക് ആൻഡ് കോർണർ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. പിന്നെ എക്സാംസ് ഓരോ വീക്കിലും ചില സമയത്ത് എക്സാംസ് ഭയങ്കര ഈസി ആയിരിക്കും, ചില സമയത്ത് ചില എക്സാംസ് ഹാർഡ് ആയിരിക്കും. പക്ഷേ മൺഡേ എക്സാം കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ നമുക്ക് കറക്ഷൻസ് നോട്ട് വെക്കേണ്ടി വരും. അപ്പോൾ തന്നെ നമുക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആ കറക്ഷൻ നോട്ടിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തെറ്റിയ സംഭവം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ബ്രില്യൻറ്റ് നമുക്ക് കുറേ ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ 3 ഭാഗമായിട്ട് വേണമെങ്കിൽ പറയാം. ഒന്ന് സ്റ്റഡി മെറ്റീരിയൽ, അത് നമ്മളെ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് എല്ലാം ചെയ്യിപ്പിക്കുക. അതിലുള്ള ക്വസ്റ്റ്യൻസ് ആയാലും എല്ലാം ചെയ്യിപ്പിക്കും. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചാപ്റ്ററിനെ കുറിച്ച് ഏകദേശം ഫുള്ള് മനസ്സിലാവും. പിന്നെ നമുക്ക് വർക്ക് ബുക്ക് ഉണ്ട്. അതിൽ നമുക്ക് ചെയ്തിട്ട് വരാൻ പറയും നമ്മുടെ അടുത്ത്. ഓരോ ആഴ്ച മൺഡേ സബ്മിറ്റ് ചെയ്യാൻ പറയും ചെയ്തിട്ട് വന്നിട്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നല്ല റിവൈസ്ഡ് ആണ്. പിന്നെ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് റിവൈസ് ചെയ്തെടുത്ത നല്ല ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ സെൻറ്റർ തന്നെ ഒരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബ്രില്യൻറ്റ് ലേണിംഗ് ആപ്പ് എന്നാണ്. ആ ആപ്പിൽ തന്നെ റെക്കോർഡ് ക്ലാസ്സും ഉണ്ട്, ക്ലൗഡ് ക്ലിയറൻസിൻ്റെ ഉണ്ട്, പിന്നെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ചെയ്യണം എന്നുള്ള ഇതുണ്ട്. ചാപ്റ്റർ പഠിച്ചിട്ട് നമുക്ക് ആ ഒരു ആപ്പിൽ കയറി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഓഫ്ലൈൻ പഠിപ്പിക്കുമ്പോൾ ചില ചാപ്റ്റേഴ്സിലെ ചില ടോപ്പിക്സ് ഒന്നും പെട്ടെന്ന് നമുക്ക് കത്തിയില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി ആ ചാപ്റ്റേഴ്സിൻ്റെ ആ ഒരു ടോപ്പിക്ക് മാത്രം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബ്രില്യൻറ്റിൽ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഇവരുടെ ആപ്പ് തന്നെയാണ്. ഈ ആപ്പിൽ തന്നെ എല്ലാം ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബുക്സും കാര്യങ്ങളൊക്കെ ആപ്പിൽ തന്നെ ഉണ്ട്. മാത്രമല്ല നമുക്ക് അതിൽ തന്നെ ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഡിസ്കഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, ഓൺലൈൻ ബാച്ചിലെ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കഷൻ വഴി നമുക്ക് അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ആപ്പ് നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് വഴി ആക്സസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫോൺസിലാണെങ്കിലോ മാക്കിലാണെങ്കിലും അതിൽ ആപ്പ് സ്റ്റോർ, പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾക്ക് ഹോസ്റ്റലുകാർക്കാണെങ്കിലും അവിടെ നമുക്കൊരു ടാബ്ലറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്കെല്ലാം പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് എല്ലാം ചെയ്തു തരാം. അതിൽ
ഇപ്പം എന്തെങ്കിലും വർക്ക് ആവുന്നില്ലെങ്കിൽ അവർ വന്ന് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് തരുന്നു. ഇപ്പം നോൺ കേരളത്തിന് തന്നെ സെപ്പറേറ്റ് റെക്കോർഡ് ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം മലയാളം ഉണ്ടെങ്കിൽ മലയാളം കൊണ്ട്, ഇംഗ്ലീഷ് ഉള്ളവർക്ക് ഇംഗ്ലീഷ് നമുക്ക് കാണാം, അതിപ്പം മലയാളം അറിഞ്ഞൂടാത്തവർക്ക് ഇംഗ്ലീഷ് കാണാം. അങ്ങനെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 2 ക്ലാസ്സുമായിട്ട്. നിങ്ങൾ സ്വയം ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സസും കൂടി കണ്ട് ബ്രില്യൻറ്റ് പറയുന്ന ആ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ 100% എഫേർട്ട് ഇട്ട് പോയാൽ ഉറപ്പായിട്ടും ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 100% നമുക്ക് ലൈക്ക് അടിപൊളിയായിട്ട് ഫുൾ ക്ലീൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിച്ച ആ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പുറത്തുനിന്ന് കേൾക്കുന്ന പോലെ ബ്രില്യൻ്റ് അത്ര ഭയങ്കര ജയിലോ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റോ അല്ല. ഇവിടെ ലൈക്ക് പീസ് ആണ്. നമുക്ക് പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ഇത്രയും വലിയൊരു ഡ്രീമിലോട് നമുക്ക് എത്താൻ ഈസി ആയിട്ട് സാധിക്കും. ഇപ്പം ഹൈബ്രിഡ് ആണെങ്കിലും റിപ്പീറ്റ് ചെയ്യാനാണെങ്കിലും എന്തുകൊണ്ടും ബെസ്റ്റ് ചോയ്സ് ബ്രില്യൻ്റ് ആണ്. എന്താ വെച്ചാൽ ഞാൻ അത്ര നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാവരും നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഞാൻ ബ്രില്യൻ്റ് തന്നെ റെക്കമെൻഡ് ചെയ്യും. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം എനിക്കിവിടെ മിങ്കിൾ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, പഠിക്കാൻ പറ്റുമോ, എനിക്ക് ഇത് കിട്ടുമോ എന്നൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വന്നതിന് ശേഷം എനിക്ക് അതെല്ലാം ഓപ്പോസിറ്റായിട്ട് മാറി. ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും സാറുമാരായാലും എല്ലാം നല്ല ക്ലോസ് ആണ്. എന്തുണ്ടെങ്കിലും സപ്പോർട്ടീവാണ്. ഇവിടെ നല്ല ഒരു പീസ് സ്ഥലമാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.